ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ബബിയുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ഉണ്ട്. വാഴക്കൃഷി ബബീനെ മുന്നേ തന്നെ ചെയ്യേണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ബബി ആയതിനു ശേഷമെങ്കിലും വാഴക്കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മുളക്, പിന്നെ കുറേ പച്ചക്കറികളുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ പറയുക, അതായത് മധുരക്കിഴങ്ങുണ്ട്, കപ്പയുണ്ട്, പലതരം മുളകുകളുണ്ട്. അതായത് കാന്താരി മുളക്, സാധാരണ മുളക്, ഉണ്ടമുളക്, പിന്നെ അതൊന്നും കൂടാതെ ഇവിടെ മാവുണ്ട്, മുരിങ്ങയുണ്ട്, പിന്നെന്താ, പിന്നെയും കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല. എന്തായാലും ഇന്ന് ബബിയുടെ ഇവിടെ വളപ്പിലുള്ള പറമ്പിലുള്ള മുളകിൻ്റെ ഇല വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇവള് പറയുന്നത്. പരിപ്പും മുളകിൻ്റെ ഇലയും കൂടെ കറി ഉണ്ടാക്കും അത്രേ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് മുളകിൻ്റെ ഇല പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ടാസ്ക് ഒന്ന് വിട്ടേക്കണേണ്. നമ്മളിപ്പോൾ അത് പറിക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, ബബി പറിക്കുകയാണ് മക്കളെ, പറിക്കുകയാണ്. മുളകിൻ്റെ ഇല പറിക്കുകയാണ്. ചെടിക്ക് നോവും പതുക്കെ മെതുവ. ചെടി ഭയങ്കര സെൻസിറ്റീവാ, ശ്രദ്ധിച്ച്. വാൻ്റെ ചെടിയായുണ്ട്, അതിലും കൂടുതൽ സെൻസിറ്റീവാ. ഏകദേശം താഴെ നിന്ന് പൊട്ടിച്ചാൽ മതിയോ? മേലേന്നൊന്നും പൊട്ടിക്കണ്ട. ഇല്ല, അങ്ങനെ ഏറ്റവും താഴേന്നല്ല, ഒരു മീഡിയം നടുഭാഗത്തു നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഏറ്റവും മേലെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് നിലനിൽപ്പ് പ്രശ്നമാവും. ഏറ്റവും താഴെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മണ്ണും കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടാവും, മൂത്തയിലായിരിക്കും. ഈ മുളകിൻ്റെ ഇല കഴുകിയെടുക്കുകയാണ്. പിടിക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടോ? അതായത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ എടുത്ത് നല്ല ഭംഗിയിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് കഴുകണം. എല്ലാ ഇലക്കറികളും നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഇലയുടെ അടിയിൽ വൈറ്റ് പൂപ്പൽ ഉണ്ടാകും, അത് നന്നായിട്ട് കഴുകി കളയണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബബി എന്താ പറയുക, മുളകിൻ്റെ ഇല കഴുകുകയാണ് മക്കളെ, കഴുകുകയാണ്. അപ്പോൾ നമ്മളുടെ മുളകിൻ്റെ ഇല തണ്ടൊക്കെ മാറ്റിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ? പക്ഷേ ഇത് കറി വയ്ക്കുമ്പോഴത്തേക്ക് ഇതൊന്നും കാണില്ല കേട്ടോ, ഈ ചുരുളും മുടക്കൊന്നും കാണില്ല. ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ ബബില മുളകിൻ്റെ ഇല അരിയുകയാണ് മക്കളെ, അരിയുകയാണ്. ആരോടോ ദേഷ്യം തീർക്കുന്ന പോലെയൊക്കെ കേട്ടോ. ഇതൊന്നും ചെയ്യുന്ന പണിയൊന്നുമല്ല ബബി, ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊന്നും ചെയ്യുന്നതാണ്. ആകെ ബബി നന്നായിട്ട് തേങ്ങ ചിരകും, അത് ഞാൻ സമ്മതിച്ചിരുന്നു. പിന്നെ ബിരിയാണി വയ്ക്കും. പച്ചക്കറി ഒന്നും ബബിക്ക് വെക്കാനേ അറിയില്ല. മുളകിൻ്റെ ഇല, ചീരയല്ല, മുളകിൻ്റെ ഇല നന്നായിട്ട് അരിഞ്ഞു. അതിൻ്റെ തണ്ടും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇനി അതിലേക്കുള്ള സവാള അരിയുകയാണ്. ഇനി പിന്നെ വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അരിയണം. ഒരു സവാളയാണ് ഇതിനായിട്ട് എടുക്കുന്നത്, കുനുകുനായിട്ട് അരിയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കുനുകുന അരിയണം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 4 അല്ലി വെളുത്തുള്ളി. ഈ കറീൻ്റെ ടേസ്റ്റ് അതിനെ കൊണ്ടത് ഉണ്ടെന്ന് തോന്നരുത്, ഇങ്ങോട്ട് ഇഞ്ചി വേണം. കുറച്ചും കൂടെ കുഞ്ഞിതാക്കണം. അതേ പേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുക. പരിപ്പും മുളകിൻ്റെ ഇലയും കൂടെയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ, കഴുകിയിട്ട്. പരിപ്പ് വേവിക്കാൻ വെക്കാം. ചട്ടി കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പരിപ്പ് വെന്തിട്ടുണ്ട്, അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുകയാണ്. പരിപ്പ് മാറ്റി കഴിഞ്ഞ ചട്ടിയിൽ നിന്ന് അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇടാൻ പോവാണ്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇടുകയാണ്.
ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ടു. ഇനി ഇഞ്ചി ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി കൂട്ടത്തിൽ തന്നെ വറ്റൽമുളകും. ഇല ആയതുകൊണ്ട് കരിവേപ്പില ഇടുന്നില്ല. ഇലക്കറിയിൽ കറിവേപ്പില ഇടേണ്ട കാര്യമില്ല അല്ലേ? ഓക്കെ ഓക്കെ. തണ്ട ഇടുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മുളകിൻ്റെ തണ്ട് ആദ്യം ഇടും. കാരണം തണ്ടിന് ഇലേനെക്കാട്ടി കുറച്ചും കൂടെ വേവ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം അല്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മുളകിൻ്റെ ഇലയൊക്കെ ഇടാൻ വേണ്ടി പോവാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ലേശം മഞ്ഞളും ഉപ്പൂടാം. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇടാൻ വേണ്ടി പോവാണ്. പിന്നെ ജീരകത്തിൻ്റെ ഇടുവാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയില്ല, അത് പൊടിച്ചത് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് വേവിച്ച് പരിപ്പ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഇടുകയാണേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് തോരനായിട്ട് വേണമെങ്കിലും എടുക്കാം, കറിയായിട്ടാണെങ്കിലും എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തോരൻ പോലെ പരിപ്പിട്ട് ഇലക്കറികൾ തോരൻ വയ്ക്കുമല്ലോ, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ തേങ്ങ അരച്ചിട്ട് കറി പോലെ ആക്കാം അല്ലേ? ഇത് തേങ്ങ അരച്ച് വെച്ചതാണ്. അപ്പോൾ ഒത്തിരി കറികൾ ഒന്നിച്ചുണ്ടാക്കുന്ന ആളാണ് ഉമ്മിച്ചി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആവശ്യത്തിന് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇറക്കി വെച്ചിട്ട് കൂട്ടിയാൽ മതി. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് തിളയ്ക്കണ്ട, ഒന്ന് തിളയ്ക്കണം അല്ലേ? ഒന്ന് തിളച്ചതിന് ശേഷം സംഗതി റെഡി. ഇത്രയേ ഉള്ളൂ. കണ്ടോ, എന്ത് സിമ്പിളാന്ന് നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒന്നാമത്തെ കാര്യം, ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെ വരുവാണ്. അപ്പോൾ ഇലക്കറികളൊക്കെ ആളുകൾ കൂടുതൽ കഴിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ 10 ഇല കഴിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽപ്പെട്ട ഒരു ഇലയാണ് മുളകിൻ്റെ ഇല. അപ്പോൾ അത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കി കഴിക്കാം. അതിൽ ഒരു രീതി ഇതാണ്. കർക്കിടക മാസത്തിൻ്റെ ഇലക്കറികൾ കിട്ടിയില്ല കണ്ടില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. എല്ലാ ഇലകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മുരിങ്ങേൻ്റെ ഇല, മുളകിൻ്റെ ഇല, മത്തൻ, കുമ്പളം, പിന്നെ എന്തൊക്കെയോ കുറേ ഇലകളുണ്ട് കേട്ടോ. എനിക്കതൊക്കെ അറിയാം. ചീരയില, സാമ്പാർ ഇല, പിന്നെ ചേമ്പിൻ്റെ ഇല, മത്തൻ്റെ ഇല, അത് ഞാൻ പറഞ്ഞു. പിന്നെ ചേനയുടെ ഇല പറ്റും. പിന്നെ പയറിൻ്റെ ഇല, പിന്നെ അത് കൂടാതെ ഒടിച്ചുരുത്തി ചീരയുണ്ട്, ചീര, മുരിങ്ങയ്ക്ക് ഞാൻ പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയുണ്ടല്ലോ, തഴുതാമയുണ്ട്. പിന്നെ അത് കൂടെ തഴുതാമ 2 വിധമുണ്ട്, വെള്ളയും മറ്റേ കുറച്ച് നീല കളറും കൂടെ വരുന്നത്. 2 ടൈപ്പ് തഴുതാമ. പിന്നെ വേറെ എന്തുണ്ടല്ലോ, പിന്നെ ഉണ്ട് മറന്നത്. അങ്ങനെ 10 ഇലകള്. ഈ ഇലകൾ 10 എണ്ണം ഒന്നിച്ചെടുത്തിട്ട് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കണം. അങ്ങനെയും പറ്റൂ കേട്ടോ. അതായത് വളപ്പിൽ നമുക്ക് ഈ ഇലൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കുറേശ്ശെ എടുത്തിട്ട് അത് നമുക്ക് ഒരു ദിവസം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ കറി ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂടുണ്ടോ? ചൂടൊക്കെ ഉണ്ടോ? നോക്കാം.
നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടിട്ടില്ല, ആകെ വറ്റൽമുളക് വറുത്തിട്ടപ്പോഴാണ് ഇട്ടേക്കുന്നത്. എങ്കിൽ പോലും മുളകിൻ്റെ ഇല ആയതുകൊണ്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവൊക്കെ അതിനകത്തുണ്ട്, ആ ഇലയിൽ തന്നെ ഉണ്ട്. അപ്പോൾ സംഗതി ഇതേ കണ്ടോ, തിളച്ചു അടിപൊളി. അപ്പോൾ നമ്മുടെ പരിപ്പിട്ട് മുളകിൻ്റെ ഇല തേങ്ങ അരച്ച് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ.